പ്രധാനമന്ത്രി പ്രചരണത്തിനെത്തിയ പത്തനംതിട്ടയിൽ ഈ പ്രഭാതത്തിലെ രാഷ്ട്രീയ വർത്തമാനം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. മോദി ഫാക്ടർ ഇവിടെ വോട്ടാകുമോ? ജില്ലാ സ്റ്റേഡിയത്തിൽ നിന്ന് ഒന്ന് വലം വെച്ച് നമുക്ക് വരാം. ഗുഡ് മോർണിംഗ്. രാവിലെ എന്തൊക്കെയാ പറയുന്നത്? ഇലക്ഷനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. എന്താ ഇന്നലെ മോദി വന്ന് പ്രചരണമൊക്കെ നടത്തിയിട്ട് പോയ സ്ഥലമാണല്ലോ. അവർ ഇങ്ങനെ വന്ന് എല്ലാ രാഷ്ട്രീയക്കാരും അവരുടേതായുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമല്ലേ. മോദി വന്നതുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. തീർച്ചയായിട്ടും തോമസ് ഐസക് നിലവിലൊരു MP സാന്നിധ്യം ഇവിടെ ഇല്ലല്ലോ. അതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പം അതിന് ഇലക്ഷൻ മാത്രം വരുന്ന ഒരു MP ആയി ആൻ്റണി മാറിക്കഴിഞ്ഞു. ഇന്നലെ മോഡി വന്നപ്പോൾ ഈ ജില്ലാ സ്റ്റേഡിയം ഇതുവരെ കണ്ടില്ലാത്ത തരത്തിലുള്ളൊരു ജനക്കൂട്ടമായിരുന്നു. കേരളത്തിൽ ഒത്തിരി ആളുണ്ടല്ലോ, 3.5 കോടി ആളില്ലേ. BJPയുടെ മെമ്പർഷിപ്പ് കേരളത്തിൽ നിന്ന് മൊത്തത്തിൽ വന്നാൽ അത് മാവേലിക്കരം പത്തനംതിട്ട മാത്രമല്ല, സമീപ പ്രദേശങ്ങളിൽ നിന്ന് എല്ലാ ആളുകൾ വന്നു. അത് പത്തനംതിട്ടയിലെ ഇലക്ട്രേറ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അത് മാത്രമല്ല, ധാരാളം ആളുകൾ കാണാൻ, പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ കാണാനൊക്കെ വന്നിട്ടുണ്ട്. അതെല്ലാം BJPയുടെ വോട്ടാകത്തില്ലല്ലോ. സ്വാഭാവികമായിട്ട് ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ പോകുന്നില്ല. സ്ഥാനാർത്ഥിത്വം കൊണ്ട് തന്നെ BJP കഴിഞ്ഞ തവണയൊക്കെ വളരെ പിന്നോട്ട് പോകും എന്നുള്ളതാണ്. അതെല്ലാം ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വരികയും ചെയ്യും. എന്തുകൊണ്ടായിരിക്കും മോഡി ആദ്യം പത്തനംതിട്ട വന്നിട്ടുണ്ടാവുക? അതൊരു പൊളിറ്റിക്കൽ ഡിഫെക്ഷൻ്റെ ഭാഗമാണ്. അതൊരു തെറ്റായ മെസ്സേജ് കൊടുക്കുകയല്ലേ. കാരണം BJPയുടെ എത്രയോ പരിണതപ്രജ്ഞരായിട്ടുള്ള ആളുകൾ ഇവിടെ മത്സരിക്കുന്നുണ്ട്. അവിടെ ഒന്നുമില്ലാതെ കൂടുമാറുന്ന ആളുകൾക്ക് പ്രോത്സാഹനം നൽകുന്നതിന് വേണ്ടി ആദ്യമായി തിരഞ്ഞെടുത്തു. അത് ആൻ്റണിയുടെ മകൻ തന്നെ ആകുമ്പോൾ അതിന് കൂടുതൽ പ്രാധാന്യം വരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ആയിരിക്കാം പത്തനംതിട്ട. അല്ല, പത്തനംതിട്ടയിൽ പ്രത്യേകിച്ച് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇവരൊക്കെ പറയുന്നത് ഇവിടെ LDF സ്ഥാനാർത്ഥി ജയിക്കുന്നത് എന്താ സ്ഥിതി? അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. ഇടതുപക്ഷമായാലും UDF ആയാലും BJP ആയാലും നല്ല സ്ഥാനാർത്ഥികൾ ജയിക്കാമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നിഷ്പക്ഷമായിട്ട് ആര് ജയിച്ചാലും നല്ല പ്രവർത്തനം കാഴ്ചവെക്കട്ടെ. ഇവിടെ മിക്കവാറും നമ്മുടെ ആൻ്റണി ജയിക്കാനാണ് ചാൻസ്. എന്തായിരിക്കും അത്ര ഉറപ്പിച്ച് പറയാൻ കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. അനിൽ ജയിച്ചാൽ ഇവിടെ നാട് നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം കേന്ദ്രത്തിൽ കുറേ ഫണ്ട് കിട്ടും. അതുകൊണ്ട് ഇവിടെ കുറേ നല്ല സ്റ്റേഡിയമൊക്കെ പണിയാൻ പറ്റുമെന്ന് തോന്നുന്നു. മറ്റേ രണ്ടുപേര് പണിഞ്ഞാലും കാര്യമൊന്നുമില്ല ജയിച്ചാലും. അല്ല, ഞാൻ പറഞ്ഞു ഇപ്രാവശ്യത്തെ റിസൾട്ട്സ് പ്രത്യേകിച്ചൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത്ര കടുത്ത മത്സരമാണോ? മത്സരം ഉണ്ടാകുമെന്ന് തോന്നുന്നു. ബിക്കോസ് എല്ലാവരും ഒരുമാതിരി സ്ട്രോങ് ആയിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്.